ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഫസ്റ്റ് ഡേ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ടർബോ ആയി മാറുന്നു. ഇന്ന് നമുക്ക് 2025 അവസാന സിനിമകളെല്ലാം റിലീസ് ചെയ്ത് കഴിയുമ്പോഴും ടർബോയെ കവർ ചെയ്യാൻ അന്യഭാഷാ സിനിമകൾ ഉൾപ്പെടെ ഒരു സിനിമയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കുറേ ആളുകൾ പറഞ്ഞിരുന്നു ടർബോയുടെ കളക്ഷൻ പുഷ്പ തൂക്കി എന്നുള്ളൊരു കാര്യം. ഒഫീഷ്യലായിട്ട് പുഷ്പ ടീംസ് തന്നെ പുറത്തുവിട്ട കളക്ഷൻ അതിൽ 6,10,00,000 രൂപ മാത്രമാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് നേടിയ കളക്ഷനായിട്ട് വരുന്നത്. അതായത് ടർബോയുടെ കളക്ഷൻ 6,20,00,000 രൂപ എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പറഞ്ഞത്. അതിനുശേഷം അവർ തന്നെ മാറ്റി പറയുകയുണ്ടായി പുഷ്പ തൂക്കി, അത് അവർക്കൊരു വലിയ സന്തോഷമായിരുന്നു. അതായത് മലയാളത്തിൻ്റെ നടൻ മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്ക് മുകളിൽ ഏതെങ്കിലും ഒരാളുടെ ഏതൊരു നടൻ്റെയും മലയാളത്തിലും അന്യഭാഷയിലും ഉള്ള ഒരു നടൻ്റെ ഒരു കളക്ഷൻ വന്നു കഴിഞ്ഞാൽ അവർക്കതൊരു സന്തോഷമാണ്. അങ്ങനെ അവർ പറഞ്ഞു വരുത്തി 6,30,00,000 രൂപ നേടി. പക്ഷേ പുഷ്പയുടെ അണിയറ പ്രവർത്തകർ തന്നെ അത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തു വെറും 6,10,00,000 രൂപയാണ്. സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് ആകെ ആദ്യ ദിനം കിട്ടിയത് അത്ര തന്നെയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ അത്ര മികച്ച ഒരു കളക്ഷൻ കൊടുത്തില്ല. എന്നിരുന്നാലും പുഷ്പ തകർത്തു വാരുകയായിരുന്നു. 20 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത്. പുഷ്പ ഇതാണോ സിനിമ എന്ന് ചോദിച്ചവരോട് അവർ മറുപടി നൽകി 1,700 മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ട് തന്നെ. ഇന്നും ചില ട്രാക്കർമാർ അല്ലെങ്കിൽ ചില ചാനലുകാർ പുഷ്പയെയും ട്രോളുന്നുണ്ട്. ഇത് കള്ളക്കണക്കാണ്, 1,700 എത്തിയോ എന്നുള്ള കാര്യം. അവർ പറയുന്ന കണക്കുകൾ 1,650 എത്തിയിട്ടുണ്ട് എന്നുള്ള ലെവലിലാണ്. അതായത് 50 കോടി കള്ളത്തരം കാണിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ്? എന്നാൽ പിന്നെ ഒരു 1000 കോടിയും കൂടെ അല്ലെങ്കിൽ 500 കോടിയും കൂടി ഇട്ട് നല്ല ലെവലിൽ അവർക്ക് തള്ളിക്കൂടെ എന്ന് ചിന്തിച്ചു കൊടുക്കുക. നമ്മൾ പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയുടെ ടർബോയെക്കുറിച്ചാണ്. 2024 ഇറങ്ങിയ ഏറ്റവും നല്ല ചിത്രങ്ങളുടെ പട്ടികയിലേക്കാണ് സിനിമ വരുന്നത്. 90 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് അറിയപ്പെടുന്നത്. 70 കോടിയാണ് ഫൈനലായി ടർബോ ടീം പുറത്തിറക്കിയ റിപ്പോർട്ട്. പിന്നീട് ഒരു 20 ദിവസത്തോളം അവർ ഒരു കളക്ഷനും പുറത്തിറക്കിയില്ല. അങ്ങനെ ട്രാക്കേഴ്സ് അത് 80 കോടിയിലേക്ക് അങ്ങാണ്ട് എത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായി നമ്മൾ ഓർക്കുന്നത് തന്നെയില്ല. എന്താണേലും 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് ടർബോ. അങ്ങനെ ട്രാക്കേഴ്സിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ടർബോ ഗംഭീരമായി കുതിച്ചു വരികയാണ്. ഇനിയും ഈ വർഷം ടർബോയെ തോൽപ്പിക്കാൻ വേറെ ഒരു സിനിമയുമില്ല. കഴിഞ്ഞ 6-7 വർഷങ്ങളായി എല്ലാ വർഷവും സൂപ്പർ ഹിറ്റുകളോടെ മമ്മൂട്ടി സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരാം. ഗ്രേറ്റ് മീഡിയാസ്.